ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കാനായിട്ടാണ്. റീചാർജബിൾ എമർജൻസി ലൈറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതും കുറഞ്ഞ ചിലവിലാണ് ഉണ്ടാകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ആദ്യം തന്നെ ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തു. നമുക്കിത് എമർജൻസി ലൈറ്റിനായിട്ട് ഒരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ ഒരു ബോക്സ് രൂപത്തിലായി കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ വെച്ച് ഒരു ഗ്ലൂ ഗണ്ണും വെച്ച് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് കിട്ടും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പീസ് നമുക്ക് ബാക്കി വരുന്നുണ്ട്. ഇതുപോലെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നില്ല, ഇത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് 2 ബാറ്ററീസ് എടുത്തിട്ടുണ്ട്. 2.5 വാട്ട്സിൻ്റെ 2 ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ 5 വാട്ട് ആയിരിക്കും നമുക്ക് ഔട്ട് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 വാട്ട്സിൻ്റെ ഒരു ബാറ്ററി ഉപയോഗിച്ചാലും മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും പോസിറ്റീവുകൾ തമ്മിൽ കണക്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ രണ്ടിൻ്റെയും നെഗറ്റീവുകൾ തമ്മിലും കണക്ട് ചെയ്തെടുക്കണം. നമ്മളിതുപോലൊരു കമ്പി വെച്ചുകൊണ്ട് തമ്മിൽ ഷോൾഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ രണ്ടിൻ്റെയും പോസിറ്റീവ് നമ്മൾ ഇതുപോലൊരു കമ്പി വെച്ച് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും രണ്ടും കണക്ട് ചെയ്തതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വയർ ഷോൾഡർ ചെയ്ത് വെക്കണം. നമ്മൾ പോസിറ്റീവ് സൈഡിൽ നമ്മൾ ഇതുപോലെ റെഡ് വയറും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിൽ നമ്മളൊരു ബ്ലാക്ക് വയറും ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 5 വാട്ടായിരിക്കും നമുക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 വയസ്സും നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ബാക്കി ബോക്സിലൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് നമുക്ക് ഈ ഒരു ബോക്സിൽ കണക്ട് ചെയ്യാൻ പാകത്തിന് ഇവിടെ ഒരു ഹോൾ ഇട്ടു. എന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നമുക്ക് 2 വയേഴ്സ് ഒന്ന് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. നമ്മൾ 2 വയേഴ്സ് ഷോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. എന്നിട്ട് ഗ്ലൂ ആക്കിയതിന് ശേഷം നമ്മൾ അവിടെയായിട്ട് ഈ ഒരു സ്വിച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. സ്വിച്ച് ഓൺ ആവുന്നുണ്ടോ ഓഫ് ആവുന്നുണ്ടോ ഒക്കെ ടെസ്റ്റ് ചെയ്യുക. കാരണം അത് ഗ്ലൂവിൽ ഒട്ടിപ്പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ചാർജിങ് മൊഡ്യൂൾ വേണം. അപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇതിൽ 2 ചാർജിങ്ങിന് വരുന്നുണ്ട്. 12 വാട്ട് ചാർജിങ്ങും അതുപോലെ തന്നെ 5 വാട്ട് ചാർജിങ്ങും നമ്മുടെ മൊബൈൽ ചാർജിങ്ങിൻ്റെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് 2 ഹോൾസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാർജിങ് പോർട്ടുകൾ പുറത്തോട്ട് വരാനായിട്ട് നമ്മൾ അതുപോലെ 2 ഹോൾസ് ഇട്ടു. ഇനി നമുക്ക് അവിടെയായിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ അതുപോലെ ഗ്ലൂ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ അകത്ത് കുറച്ച് ഗ്ലൂ ആക്കി കഴിഞ്ഞാൽ സെറ്റായി അങ്ങ് ഒട്ടിയിരുന്നോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചു. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഗ്ലൂ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് സെറ്റായി. അപ്പോൾ നമ്മൾ ഗ്ലൂ ആക്കിയതിന് ശേഷം സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഇതുപോലെ 2 വയേഴ്സ് ഷോൾഡർ ചെയ്തിരുന്നു സ്വിച്ചിൽ. അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ ഒരു വയർ എടുത്തതിന് ശേഷം നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്തേക്ക്, അതായത് റെഡ് വയർ ഷോൾഡർ ചെയ്ത ഭാഗത്തേക്ക് നമ്മളങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. ബാറ്ററിയുടെ പോസിറ്റീവും അതുപോലെ തന്നെ സ്വിച്ചിൽ നിന്ന് ഏതെങ്കിലും ഒരു വയർ എടുത്തതിന് ശേഷം അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന 2 വയേഴ്സ് ഉണ്ടാവും. ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും. അതിൽ നിന്ന് റെഡ് വയർ എടുത്തതിന് ശേഷം നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവും അതുപോലെ തന്നെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയറും തമ്മിൽ കണക്റ്റ് ആവുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് പിരിച്ച് കണക്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് സ്വിച്ചിൽ നിന്ന് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന 2ാമത്തെ വയർ ബ്ലാക്ക് വയർ നമ്മുടെ ബാറ്ററിയുടെ ബ്ലാക്ക് വയറുമായിട്ട് ഇതുപോലെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബൾബ് ഉണ്ടാക്കാനായിട്ട് ട്യൂബ് രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് എടുത്തു. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് അങ്ങ് കട്ട് ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ ബൾബായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ബൾബ് സെറ്റ് ചെയ്യുന്നതാണ് അടുത്തായിട്ട് നോക്കുന്നത്. ഇതുപോലെ ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒരു LED സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് ചൂടായി ഒന്ന് ഉരുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരു LED വേണം. നമ്മളൊരു ചെറിയൊരു LED ആണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ LED ആകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു നന്നായിട്ടൊന്ന് ചൂടാക്കി ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉരുകുന്ന രൂപത്തിൽ. എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ഒരു LED. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ എതിർവശത്തും ഒരു ട്യൂബിൽ നമ്മൾ 2 ബൾബ് അതിൻ്റെ മുകൾ വശത്തും താഴെ ഭാഗത്തും നമ്മൾ ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു LED കൂടി ഒന്ന് സെറ്റാക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ 2 ട്യൂബാണ് നമ്മുടെ എമർജൻസിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 ട്യൂബ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതുപോലെ 2 കാർഡ്ബോർഡിൻ്റെ പീസ് വേണം.
നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു കാർഡ്ബോർഡിൽ ഒട്ടിക്കാനായിട്ടാണ്. ഇതിൽ 2 ഹോൾസും കൂടി ഇട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു കാർഡ്ബോർഡിൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റേ 2 കാർഡ്ബോർഡാണ് ഇപ്പോൾ എടുത്തത്, അത് രണ്ടും ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. രണ്ടിലും ഇതുപോലെ ഹോൾസ് ഇട്ടണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ട്യൂബ് നമ്മൾ ഇതുപോലെ ആ ഒരു ഹോൾസിലൂടെ കടത്തി വിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്ലൂ ഒക്കെ തേച്ച് ഒട്ടിച്ചിട്ടുമുണ്ട്. എന്നിട്ട് രണ്ടിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും LED-യുടെ പോസിറ്റീവുകൾ തമ്മിലും നെഗറ്റീവുകൾ തമ്മിലും ഒന്ന് ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ആയിട്ട് നമുക്ക് 2 വയേഴ്സ് ഒന്ന് ഷോൾഡർ ചെയ്യണം. നമ്മളൊരു യെല്ലോ വയറും അതുപോലെ തന്നെ റെഡ് വയറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിൽ നമുക്ക് ഇതുപോലെ റെഡ് വയർ നമ്മളൊന്ന് ഷോൾഡർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു യെല്ലോ വയർ കൂടി ഒന്ന് പെട്ടെന്ന് ഷോൾഡർ ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ റെഡ് വയർ ഷോൾഡർ ചെയ്തു, എല്ലാ വയറും ഷോൾഡർ ചെയ്തു. ഇതുപോലെ തന്നെ മറുവശത്തും ഈ ഒരു ഭാഗത്തും ഇതുപോലെ 2 വയേഴ്സ് ഷോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ അതും സെറ്റാക്കി ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ റെഡ് വയറും അതുപോലെ തന്നെ മുകളിൽ ഭാഗത്തുള്ള ഒരു LED-യുടെ റെഡ് വയറുകൾ തമ്മിൽ കണക്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്ക് വശത്തു കൂടി വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ റെഡ് വയറും യെല്ലോ വയറും തമ്മിൽ കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് ഈ ഒരു ബോക്സ് എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ടായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ബാറ്ററി നമുക്ക് അതിൻ്റെ അകത്തേക്കൊന്ന് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ ഒരു ബാറ്ററി കറക്റ്റായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററി കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ ഈ ഒരു LED എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഒരു റെഡ് വയർ നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയറിലോട്ട് അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിതുപോലെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയർ നമ്മൾ ആദ്യം കണക്ട് ചെയ്തിരുന്നു. രണ്ടാമത്തെ വയർ നമ്മൾ ഇതുപോലെ LED-യുടെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് വേറെ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്വിച്ച് വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ സ്വിച്ച് ഒന്ന് മാറ്റുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയപ്പോൾ സ്വിച്ച് വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ സ്വിച്ച് ഒന്ന് മാറ്റണം. ഈ ഒരു സ്വിച്ച് ഇവിടുന്ന് അയച്ചതിന് ശേഷം ആ സ്വിച്ച് മാത്രം മാറ്റുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു സ്വിച്ച് നമ്മളൊന്ന് മാറ്റിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കണക്ഷൻസൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയർ നമുക്ക് ബാക്കിയുണ്ട്. ആ ഒരു വയർ നമ്മൾ LED-യുടെ പോസിറ്റീവിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് റെഡ് വയർ, ഈ ഒരു ട്യൂബിൽ നിന്ന് വരുന്ന റെഡ് വയർ. അതിന് മുമ്പായിട്ട് ഈ ഒരു യെല്ലോ വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് യെല്ലോ വയർ കണക്ട് ചെയ്യുന്നത് ചാർജിങ് മൊഡ്യൂളിൻ്റെ ബ്ലാക്ക് വയറും അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവും തമ്മിൽ കണക്റ്റ് ആവുന്ന ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു യെല്ലോ വയർ, അതായത് നെഗറ്റീവ് LED-യുടെ നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ എല്ലായിടത്തും കണക്ഷൻ വന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ടാപ്പ് ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഷോർട്ടേജ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഇതുപോലെ ഒട്ടിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു ഭാഗവും അതുപോലെ തന്നെ LED-യുടെ പോസിറ്റീവുമായിരിക്കും ഏറ്റവും ലാസ്റ്റുള്ള കണക്ഷൻ. അതും ഇതുപോലെ അങ്ങ് കണക്ട് ചെയ്തതിന് ശേഷം ഒരു സെല്ലോ ടാപ്പ് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളതും അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു LED-യുടെ ഭാഗം നമ്മൾ ഇതിലോട്ട് ഈ ഒരു എമർജൻസിയിലോട്ട് നമുക്കൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് വലിച്ച് അതിലൊന്ന് ടൈറ്റായി ഇരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങ് ടൈറ്റായി ഇരുന്നോളും. എന്നിട്ട് കുറച്ച് ഗ്ലൂവും കൂടി ആക്കിയതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചാൽ സെറ്റായി അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇളകി പോകാത്ത രൂപത്തിൽ നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിനു മുമ്പ് ഇപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം സെറ്റാക്കി ഒട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, നമ്മുടെ LED പ്രകാശിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ഓണാണ്, അതുപോലെ തന്നെ റൂമിലുള്ള ലൈറ്റും ഓണാണ്. അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് കുറവായിട്ട് തോന്നുന്നത്. നമ്മൾ റൂമിലുള്ള ലൈറ്റും ഫ്ലാഷും ഒക്കെ ഒന്ന് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു എമർജൻസി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വെളിച്ചം അപ്പോൾ നല്ല രീതിയിൽ കുറച്ചൊക്കെ വെളിച്ചമുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ 2 LED ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടൈമിൽ കുറച്ച് വലിയൊരു LED 8mm LED ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെറ്റായി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചാർജ് ചെയ്യുന്നത് കൂടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെളിച്ചം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഓണാക്കിയതിന് ശേഷം നമ്മൾ റൂമിൽ കണ്ടോ സ്വിച്ച് ബോർഡൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. വെളിച്ചമൊക്കെ നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. നമുക്കിതൊന്ന് ചാർജ് ചെയ്യും കൂടി ചെയ്യാണ് അടുത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ ചാർജ് ചെയ്യാനായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അതുപോലെ സാധാരണ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന രൂപത്തിലുള്ളൊരു പോർട്ടും അതുപോലെ തന്നെ
ഇതുപോലെ 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ പോർട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ 5 വാട്ട് മൊബൈൽ ചാർജിങ്ങിൻ്റെ ഇതാണ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ അത് വെച്ചാണ് നമ്മളൊന്ന് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്ത് ചാർജ് ആവുന്നുണ്ട്. ഇൻഡിക്കേഷൻ ഒന്നുമില്ല, ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ അല്ല, അത് ചെറിയൊരു നെഗറ്റീവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു എമർജൻസി ലൈറ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്തൊന്ന് കൊടുക്കുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും, അത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.